this area. കഴിഞ്ഞ 30 വർഷക്കാലമായി കർത്താവിന്റെ ശുശ്രൂഷയോട് അയൽപ്പാട്ടിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. The last 30 years, God allowed me to be in His vineyard, serving Him in various ways. സഭയുടെ ശുശ്രൂഷയോട് 12 വർഷക്കാലം നോർത്ത് മലബാർ ഇതിനിടയിൽ പ്രവർത്തിക്കാനും 13 വർഷമായി ചെന്നൈയിൽ പ്രവർത്തിക്കാനും ഹിന്ദുക്കളുടെ ഏരിയ വില്ലേജ് വർക്കുകളൊക്കെ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. Area, and thereafter I will in Tamil Nadu and serving the Lord in this capacity. ഒരു വേദന നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. Book of Acts, chapter 4, verse 1. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയെ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഹേരോദ അഗ്രിപ്പ ഒന്നാമൻ ദൈവസഭയെ പീഡിപ്പിക്കേണ്ടതിന് തന്റെ അധികാരത്തിന്റെ ചെങ്കോൽ മുൻപോട്ട് ദൈവജനത്തിന് നേരെ നീട്ടിപ്പിടിച്ചിരിക്കുന്നു. The king Herod was stretched forth his hand to vex the church of God. യഹൂദന്മാരുടെ 7 അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ദൈവസഭയ്ക്ക് ഡേഞ്ചറസ് ആയിട്ടുണ്ടായിരുന്നത് സാധുക്യരും ന്യായശാസ്ത്രിമാരുമായിരുന്നു. The most dangerous as well as the most persecuting people who were against the saints of God were Sadducees and other scribes. ന്യായപ്രമാണം സംബന്ധിച്ച് ഭ്രാന്ത് പിടിച്ചവരെന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. By considering the law of the Moses and according to the Old Testament law, they were very much zealous and they were very much disciplined to bring forth this and execute these laws. എന്നാൽ അപ്പോസ്തലന്മാരോട് അഖിലാണ്ട കടാപത്തിന്റെ ഉടമസ്ഥനായ സദായി സർവശക്തനായ അത്യുന്നത ദൈവം അരുളി ചെയ്ത വാക്കുകൾ നാം ശ്രദ്ധിക്കണം. But as we listen from through the apostle Paul, what the Lord has inspired him to speak to the churches. ഒന്ന്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുകയും. To receive the power from high, then you go and be my witness. Hallelujah! In Jerusalem, Samaria, and the other part of the world. പോകാൻ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചന്തായികളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. That I send you among the world as a sheep. Hallelujah! So that you will be, hallelujah, be vigilant and serving God. ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്ന ഉപദേശമൊക്കെ അറിയിച്ച് സകല ജാതികളെ എന്റെ ശിക്ഷരാക്കിക്കൊള്ളുന്നെങ്കിൽ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടി. And I will make you at the very end that doing all what I commanded, that you, hallelujah, preach the gospel of Christ and make disciples. അത്യുന്നതനായ ദൈവത്തിന്റെ 3 ആഹ്വാനം ഏറ്റെടുത്ത അഭിഷക്തന്മാരായ അപ്പോസ്തലന്മാർ ശക്തമായി ദൈവത്തിന്റെ ദൂതറിയിപ്പാൻ മുൻപോട്ട് ഇറങ്ങി തിരിച്ചു. There are 3 apostles, that Apostle Peter and so on, hallelujah, who, hallelujah, step forward and doing what it was commanded to them. സഖ്യവും മാളികമുറിയിൽ 120 പേരിൽ ഈ അഭിഷേകം, ഈ ആത്മശക്തി പകർന്നെങ്കിൽ പിന്നീട് അത് ആയിരങ്ങളിലേക്ക് വ്യാപരിപ്പാൻ ഇടയായിരുന്നു. The power of the Holy Ghost that fell upon them as they were waiting, and the very power has been, hallelujah, transformed many lives throughout the world. എന്നാൽ അപ്പോസ്തലന്മാർ മുൻപോട്ടിറങ്ങി പ്രവർത്തനം ആരംഭിച്ചു. പത്രോസിന്റെ ഒറ്റ പ്രസംഗത്തിൽ 1-ാമത്തെ ദിവസം 3000 പേർ. The very first sermon that Peter stood, hallelujah, in front of, hallelujah, 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 all the before the people, and he transformed 3,000 people, and all of them got saved and joined the church. 2-ാമത്തെ ദിവസത്തെ പ്രസംഗത്തിൽ 5000 പേരായി. പിന്നീടുള്ള ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എണ്ണിത്തീർക്കുവാൻ കഴിയാതെ വണ്ണം സഭയുടെ രക്ഷിക്കപ്പെടുന്നവരെ പത്രോസ് സഭയോട് ചേർന്നുകൊണ്ടിരുന്നു. The second sermon was to transform almost the life of 5,000. Then it multiplied and many and converted thousands and thousands and added in the kingdom of God. സഭയുടെ അംഗസംഖ്യ വർദ്ധിക്കുന്നത് മാത്രമല്ല, ഉള്ള ദൈവമക്കളിൽ ദൈവകൃപ And the church increase and the, hallelujah, the gift of the Holy Spirit to be operational through their life and well exhibited to the
இருக்கிறது. ദൈവമക്കളെ ഇന്നും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കൃപ നമ്മളിൽ മേൽക്കുമേൽ പെരുക. And the grace to abundant in the life of the Lord saints, that's what the expectation of God from us. ദേവർക്ക് ആവശ്യം ആത്മാവിന്റെ പകർച്ചയാണ് ആവശ്യം. We should not only have a level of a Pentecost, have the people participate in the demonstration of the gift of the Holy Ghost, be demonstrated and exhibit through our lives. ഒന്നാം നൂറ്റാണ്ടിലെ ആരാധനയുടെ കൊടുമുഴക്കം ഈ നാളുകളിൽ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. The very sound that hallelujah heard in the first century was the sign of the Holy Spirit fell on them, and the very sound should tremble. Hallelujah, many nights pass in our worship services. സഭയുടെ വളർച്ച കണ്ട് യഹൂദന്മാരുടെ അവാന്തരഭാഗങ്ങളെ ഏഴും പിന്നണിയിൽ നിന്നുകൊണ്ട് കേരളം അവരെ പുഷ് ചെയ്ത് വിടുകയാണ്. Hallelujah, when they saw that the churches are being multiplied and many are being accepting Jesus Christ as Savior, and the people, Jewish people, and hallelujah, they were very much perplexed, and they devised a plan and took this matter to King Jero. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കലിയുടെ രാജാവ് എന്ന് പറയുന്ന നിഷ്ഠൂരനും ഉപദ്രവിയുമായ ആ ചക്രവർത്തിയും ഈ അഗ്രിപ്പ ഒന്നാമനെ പുഷ് ചെയ്ത് വിടുന്നതിനിടയായിരുന്നു. And he was one of the most treacherous as well as an evil king. Hallelujah, that who was stretched forth his hand upon, hallelujah, the saints of God. ഹേരോദാവിന്റെ കസേരയുടെ നിലനിൽപ്പിന് വേണ്ടി ഹേരോദാവ് ദൈവജനത്തെ ഉപദ്രവിപ്പാൻ തയ്യാറായി. And he stretched forth his hand to bring persecution in the life of the people, of the children of God, and just to please, hallelujah, the Jewish people. അങ്ങനെ യാക്കോബ് പുസ്തകത്തിന്റെ തല അറുത്തെടുക്കുന്നതിനിടയായി തീർന്നു. And they were slain the head of, hallelujah, Jacob, hallelujah, the apostle. പിന്നീട് പത്രോസിനെ കയ്യിൽ ലഭിച്ചു. പത്രോസിനെ പിടിച്ച് ജയിലിന്റെ ഏറ്റവും ഉള്ളിലുള്ളതായ സെല്ലിൽ അടയ്ക്കുന്നതിനിടയായി. And later Peter been arrested, and he was also chained and imprisoned in the dungeon, deeper part of the dungeon of the prison. എന്നാൽ അപ്പോസ്തലന്മാർ ഒന്നിച്ച് ആദ്യം ജയിലിൽ പോയത് 5-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ കാണുന്നു. 12 അപ്പോസ്തലന്മാരെ ഇവിടെ ഒന്നിച്ച് പിടിച്ച് ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ജനറൽ വാർഡ് ഇടുന്ന പോലെ എല്ലാ ക്രിമിനലുകളും ഒന്നിച്ച് കിടക്കുന്നതായ ആ ജനറൽ വാർഡിൽ പിടിച്ചിട്ടു. And all the apostles, they were in prison together and chained them and put them in one place together. As hallelujah, they were put in a general, like a similar to the structuring of a general hospital ward. എല്ലാ ക്രിമിനലും കിടക്കുന്നതായ ഈ സ്ഥലത്തേക്ക് ആദ്യ അപ്പോസ്തലന്മാരെ ഒന്നിച്ചിട്ടത് അവരുടെ ശുശ്രൂഷയ്ക്ക് വലിയൊരു പാഠം അതിൽ നിന്ന് ലഭിക്കുവാൻ തക്കോണ ഒരു ക്ലാസ് ആയിരുന്നു ഇവിടെ കിട്ടും. It was a clear-cut, hallelujah, planning of God to be with them. Hallelujah, hallelujah, uplifting, having all of them to be put together in one accord so that they will, hallelujah, transform the life of our prisoners. ഞാൻ മനസ്സിലാക്കുന്ന എല്ലാവരുടെയും സ്വഭാവം പഠിച്ച് മനസ്സിലാക്കി അവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിപ്പാൻ ദൈവം ഒരു പ്ലാൻ എടുക്കുക. And it was a perfect plan of God to, hallelujah, knowing very well the nature of every character who are in them as an apostle, and so that God's magnificent work will be revealed through them. Glory, hallelujah, amen. വിശ്വാസികളോ അപ്പോസ്തലന്മാരെ ഒന്നിച്ച് പിടിച്ചിട്ടപ്പോൾ ചിന്തിച്ചു, കർത്താവേ, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു, ഇനി ആരാധന എങ്ങനെ നടക്കും, ഇനി എങ്ങനെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും എന്നോർത്ത് നിരാശപ്പെട്ടിരിക്കാം. എന്നാൽ ദൈവമായ കർത്താവ് അപ്പോസ്തലന്മാരെ ആ രാത്രിയിൽ തന്നെ തന്റെ ദൂതനെ അയച്ചു The വിടുന്നു. very moment they are imprisoned as a group and put them, hallelujah, in the prison, deeper part of the prison, hallelujah, people were thinking that all the ministry will ended, but it was a plan of God to, hallelujah, hallelujah, bring hope and to, hallelujah, do magnificent and miraculous work so that people will believe. കാരാഗ്രഹത്തിൽ ജയിൽ കാത്തുകൊണ്ടിരുന്നായ ഈ അപ്പോസ്തലന്മാരെ കാത്തുകൊണ്ടിരുന്നായ അന്നത്തെ അധികാരികൾക്ക്, പോലീസ് അധികൃതർക്ക് ന്യായവിധി ഉണ്ടാകുന്നതിന് അവർക്ക് ശിക്ഷ കൊടുക്കുന്നതിനിടയായിരുന്നു. The prison authorities, hallelujah, they were, hallelujah, been punished because of through this apostle while they were in the prison. അതുകൊണ്ട് ഈ പ്രാവശ്യം പത്രോസിനെ ഇട്ടിരിക്കുന്നത് എല്ലാവരും ഇവിടെ കിടക്കുന്നിടത്തല്ല, അകത്ത് ഇരുട്ടുമുറിയിൽ സെല്ലിനകത്തിട്ടിരിക്കുകയാണ്. At this time Peter being isolated and from among all and put them
ഒറ്റ മനുഷ്യന് വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ചുകൊണ്ട് ഉറങ്ങാതെ കണ്ണുമയോടുകൂടി And there are 4 strong and mighty soldiers who are put in charge to hallelujah safeguard him. 2 പട്ടാളക്കാരെ ഇതാ പത്രോസ് മരപ്പലയിൽ നടുക്ക് കിടക്കുന്നെങ്കിൽ ഇടത്തും വലത്തും 2 പേരെ കിടത്തിരിക്കുന്നു. കൈയോട് ചേർത്ത് ചെയ്തിട്ടിരിക്കുക. And they were shackles together with the soldiers and the hands of Peter so that he will not move at all. 18 പട്ടാളക്കാര് ഉറക്കളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു ഒരു വ്യക്തി. Almost 18 soldiers who are watchful and looking and safeguarding Peter. ഇതുകൂടാതെ ജയിലിന്റെ ചുറ്റുപാടും ഓരോ ഗേറ്റുകളിലും പ്രത്യേക പട്ടാളക്കാരെ കൊടുത്തിരിക്കുന്നു. And special guards are assigned also in every entrance part of the gate so that he will be secure, that I will keep him out of escaping. ഒരു കാരണവശാലും പത്രോസിന് മാനുഷിക നിലയിൽ ഇവരെ കണ്ടുവെട്ടിച്ച് പുറത്തു വരാൻ In a human perspective that we were looking at it, there was no way Peter can get out among all these securities are in place. എന്നാൽ അന്ന് 120 പേരല്ല, ആയിരക്കണക്കിന് വിശ്വാസികളായി സഭ വർദ്ധിച്ചിരുന്നതിനാൽ ഒരു മറിയാമ്മയുടെ വീട്ടിൽ ഒരു ഓൾനൈറ്റ് പ്രയർ നടക്കുകയാണ്. അവിടെ എങ്ങനെ ഇരിക്കാനിടയില്ലാത്തവണ്ണം തിങ്ങി ആൾക്കാരിരിക്കുകയാണ്. അവരുടെ ഒറ്റ പ്രാർത്ഥന വിഷയം, അന്ന് രാത്രിയിലത്തെ ആ പ്രാർത്ഥന വിഷയവും ഒറ്റ വിഷയമാണ്, ഞങ്ങളുടെ ലീഡർ വിടുവിക്കപ്പെട്ടിരിക്കുന്നത്. A prayer which was hallelujah conducted in one of the sisters, hallelujah, who were praying for the release and the deliverance of Peter. Hallelujah. ശ്രദ്ധയേറിയ പ്രാർത്ഥന പത്രോസ് അപ്പോസ്തലനെ കാരാഗൃഹത്തിൽ നിന്ന് വെളിക്കൊണ്ടുവരാൻ ഇടയായി. The fervent prayer of the saints, hallelujah, who tarried and prayed for the deliverance of Peter, caused him to be, hallelujah, hallelujah, transform a miracle in the life that made a change. എന്നാൽ ഇതിന്റെ 11ാമത്തെ വാക്യത്തിൽ വിടുതൽ പ്രാപിച്ച പത്രോസ് പറയുന്നു, യഹൂദന്മാരുടെ പ്രതീക്ഷയിൽ നിന്നും ഹേരോദ രാജാവിന്റെ പ്രതീക്ഷയിൽ നിന്നും ഞാൻ സേവിച്ചു വരുന്ന ദൈവം എന്നെ വിടുവിച്ചു. Saved me out of the hand of King Herod and all other, hallelujah, the Jewish authorities who was imprisoned me. ഇരുട്ടിന്റെ അധികാരികൾ ഒന്നിച്ച് ദൈവദാസന് വിരോധമായി, ദൈവസഭയ്ക്ക് വിരോധമായി അന്തർതലത്തിൽ, പ്രത്യേക അകത്തളത്തിൽ ആരും കാണാതെ രഹസ്യമായ ഗൂഢാലോചന നടത്തുകയാണ്. And in the meantime, they were planning and hallelujah, they were devising plans to how to harm him and putting him to death. എന്നാൽ കലിയോള രാജാവിന്റെയോ ക്ലൗദിയോസ് ചക്രവർത്തിയുടെയോ അഗ്രിപ്പ ഒന്നാമൻ ഹേരോദാവിന്റെയോ യഹൂദ ജനത്തിന്റെയോ കണക്കൂട്ടലുകളെ പാലിച്ചുകൊണ്ട് സർവശക്തിയുള്ള ദൈവം തന്റെ ദാസനെ വെളിയിൽ കൊണ്ടുവന്നു. ദൈവജനമേ, നമ്മുടെ ശത്രു എത്ര വലിയ അജയ്യ ശക്തിയുള്ളവരായിരുന്നു. നമ്മുടെ ശത്രുക്കൾ നമുക്ക് വിരോധമായി Strong and mighty, the powerful, the adversaries will be, but our Lord is greater than all, who is able to bring you out. Any mess that you are, and you are entrapped by any kind of devices. ചില എണ്ണപ്പെട്ട ദിവസങ്ങളോടെ കഴിയാൻ നോക്കിയിരിക്കുക. യഹൂദന്മാരുടെ പെരുന്നാളൊന്ന് കഴിഞ്ഞ ഉടനെ ഇദ്ദേഹത്തിന്റെ തല വെട്ടുവാൻ. And most of them, they were waiting for that to have Peter's life to be beheaded. Hallelujah, waiting the festivities to be over. ഈ പെരുന്നാൾ തീരുന്ന ദിവസത്തോട് അനുബന്ധിച്ചാണ് ക്ലൗദിയോസ് ചക്രവർത്തിയുടെ ജന്മതിരുന്നാൾ അവർ ആഘോഷിക്കാൻ തയ്യാർ ചെയ്തിട്ടുണ്ട്. And they were thinking of and making plans to celebrate the birthday of Claudius King. Hallelujah, in that particular day, they were planning to, hallelujah, bring harm, hallelujah, to the life of Peter. വലിയ ഇൻസ്ട്രുമെന്റ്സുകളും ചെണ്ടമേളും ബാൻഡുമേളും ഒക്കെ ആയിട്ട് ക്ലൗദിയോസ് ചക്രവർത്തിയുടെ ജന്മദിനങ്ങൾ ഒരു വലിയ ഘോഷയാത്രയായി കൊള്ളുമ്പോൾ അതേ ദിവസം തന്നെ അപ്പോസ്തലനെ പത്രോസിന്റെ തല വെട്ടുവാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. The very moment they were planning to have the celebration of the king, the moment they were thinking
not to bring harm, hallelujah, and to the life of Peter. എന്നാൽ ദൈവമക്കളെ, അത്യുന്നതനായ ദൈവത്തെ പോലെ ശക്തനാരുള്ളൂ. നമ്മുടെ ദൈവത്തെ പോലെ Greater than our Most High God, and who is mightier than our King Jesus, who is mighty in need. ഇയ്യോബ് പറയുന്നു, അറിവുകൂടാതെ ആലോചനയെ മനസ്സിൽ കളയുന്നവനാണ്. Hallelujah, who is above all that we have having knowledge, that who can overtrample and overcome the vicious planning of any human. ദൈവസഭ ഉടലെടുത്ത അന്ന് മുതൽ ഇന്നു വരെയും ദൈവജനങ്ങൾക്ക് വിരോധമായി ഇരുട്ടിന്റെ അവർ ജയിച്ചിട്ടില്ല. ദൈവജനങ്ങൾ ശക്തമാണ്. But even till today, God cannot overcome nor prevail over any one of them. നമ്മുടെ വേദന പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവോ ഇതിന്റെ ആത്മാവല്ല, ശക്തിയുടെ Power of the Holy Ghost which that He has endured in you. Hallelujah, to keep you preserved. Hallelujah, and keep you away from the fear or any other kind of perfection. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ചെന്നപ്പോൾ സ്വർഗസ്വരായ ദൈവം തന്റെ ദാസനെ വിടുവിക്കുവാൻ ഒരു ദൂതനെ അയച്ചു. ആ ദൂതന് 1,85,000 പേരെ ഒറ്റ രാത്രി കൊല്ലുവാൻ ശക്തിയുള്ളവരായിരുന്നു. Hallelujah, the fervent prayer of the church. Hallelujah, the saints asking away in the heavenly throne. Hallelujah, the very angel God sent the very angel to deliver Peter out of the prison cell and bring him out. യഹൂദിയ പ്രൊവിഷനോട് അനുബന്ധപ്പെട്ട് തൊട്ടടുത്ത് കിടക്കുന്നതായ സോര്യർക്കും സീറോന്യർക്കും ഭക്ഷ്യവകുപ്പിന്റെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊടുത്തിരുന്നത് അഗ്രിപ്പ രാജാവായിരുന്നു. And King Agrippa was doing all those favors to Sidonians and all other Gentile nations. ഏതോ ചില വിഷയത്തില് സീറോന്യരും സോര്യരുമായി ഈ ഹേരോദാവ് പിണക്കത്തിലായി അവരോട് ക്രുദ്ധിച്ചു. And there was an occasion that transpired that the Sorier and the Sidonian were, hallelujah, were subject to the wrath of this king. ആ സമയത്ത് രാജാവ് സിവിൽ സപ്ലൈ വകുപ്പ്, അതായത് ഭക്ഷ്യവകുപ്പ് മുഴുവൻ നിർത്തിവെച്ചു. അവിടെയുള്ള ജനങ്ങൾ പട്ടിണിയായി. And the people who were left to starve to death because of the very decree that the king, because of his wrath that he wanted to punish the രാജാവിന്റെ പള്ളിയിറക്കാരനായ ബ്ലസ്തോസിനെ സമീപിച്ചിട്ട് സന്ധി സംഭാഷണത്തിന് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച് ഇതാ അഗ്രിപ്പ രാജാവുമായിട്ട് ഒരു ഉഭയസമ്മതത്തിൽ എത്തിച്ചേർന്നിട്ട് അവര് അതിനെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. And here there are two kings, they are joined together, worked out their differences and made peace each other so that they can bring harm to the life of ദൈവസഭയെ ഉപദ്രവിച്ചവരും അപ്പോസ്തലന്മാരുടെ തലയർത്തവനുമായ ഈ അഗ്രിപ്പ ഒന്നാമൻ ഒരു ഹല്ലേലൂയ ഭദ്രാസനത്തിൽ ഇരുന്നുകൊണ്ട് ആയിരക്കണക്കിന് 10,000 ആളുകളോട് ഒരു സുഗമമായ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. King Agrippa, as he was in a meeting, hallelujah, in the middle of and planning so many things together with the other kings. സോര്യരും സീദോന്യരും യഹൂദ്യ പ്രൊവിൻഷ്യൽപ്പെട്ട ആളുകളെല്ലാം ഒന്നിച്ച് തടിച്ചു കൂടിയിരിക്കുന്ന വലിയൊരു പുരുഷാരത്തിന്റെ നടുവിൽ ഉയർന്ന പീഠത്തിൽ ഇരുന്നുകൊണ്ട് രാജവസ്ത്രം ധരിച്ചുകൊണ്ട് താൻ പ്രസംഗം നടത്തുകയാണ്. To the people who are among all these people as they were grouped and hallelujah in a meeting. കോടികൾ വിലമതിക്കുന്നതായ വെള്ളി നൂലങ്കി കൊണ്ടുള്ള ഈ തോട് മുതൽ പാദം വരെയുള്ളതായ കുപ്പായം ഇട്ടുകൊണ്ട് കയ്യിൽ ചെങ്കോലും തലയിൽ കിരീടവും വെച്ചുകൊണ്ട് തന്റെ അധികാരത്തിന്റെ പ്രൗഢിയോടെ പ്രസംഗിച്ചപ്പോൾ പ്രസംഗത്തിന്റെ ശക്തി മൂത്തു വന്നപ്പോൾ സോര്യരും സീദോന്യരും യഹൂദിയ പ്രൊഫഷണലുള്ളവരും ഒന്നും ചേർന്നുകൊണ്ട് ഞങ്ങളോട് പ്രസംഗിക്കുന്നു, ഇപ്പോൾ ഹേരോദാവല്ല ഒരു ദൈവമത്രേ എന്നവരാർക്കും. The moment as having his scepter and the scepter of his hallelujah kingdom as it was stretched forth, people were praying and they were started worshipping him, saying that it is not an ordinary man, but who is speaking to us, it is an angel. എന്നാൽ ആ സമയത്ത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ തന്നെത്താൻ മഹത്വം ഏറ്റെടുത്ത് ചെരുപ്പൽ ഒരു അടി വന്ന് പൊങ്ങി. Oh, glory, amen. Yes. Hallelujah.
God instead Amen. Amen. was, hallelujah, appropriating the glorious people who Oh, are hallelujah. praising him, that he was about to be kindled by the wrath of God Glory, because of amen. the very, hallelujah, selfish nature. അരുണോദയത്തിൽ നിന്നുള്ള സൂര്യപ്രകാശം നല്ലതായിട്ട് ഈ വസ്ത്രത്തിന്മേൽ അടിച്ചപ്പോൾ ഈ നാടകത്തിലുള്ള ഫ്ലാഷ് ലൈറ്റുകൾ മുഖാന്തരം ഈ ഡാൻസ് ഒക്കെ നടത്തുന്നവരുടെ ഡ്രസ് തിളങ്ങുന്ന പോലെ കോടികൾ വിലമതിക്കുന്ന ഈ വസ്ത്രം വെട്ടി തിളങ്ങാൻ തുടങ്ങി. The very precious garment that and apparel that he was wearing, as the sun shined, that hallelujah lit on it, it was so much of causing reflection, and people were so much excited. ജോൺ കെന്നഡിയുടെ ഭാര്യ ജോൺ കെന്നഡി ലാളസിൽ വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത കെട്ടിടത്തിൽ നിന്ന് ഒരാൾ വെടിവെക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വെച്ചിരുന്നതായ ഒരു പാവാട വില 12 കോടി രൂപയായി. As John Kennedy's wife was wearing such a precious garment at the moment as John Kennedy was being assassinated. കോടിയുടെ വസ്ത്രം മരണത്തിൽ നമ്മെ വിടുവിക്കത്തില്ല. No matter how precious your garment or precious wealthy you are, it will not save you from death. യഹോവ ഭക്തി ജീവന്റെ ഉറവിടമാകുന്നു. മരണത്തിന്റെ കയ്യിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. Hallelujah, the source of your hope, and it will save you and rescue you from death. ഇതാ അഹങ്കരിച്ചതായ ദൈവസഭയെ ഉപദ്രവിച്ചതായ ഹേരോദനെ അടിക്കുവാൻ Oh, glory, amen. God is standing right behind him to, hallelujah, to slay him. അവൻ ഒരടി പുറകെ അടിച്ചപ്പോൾ ഇതാ ഹേരോദാവ് മുൻപോട്ട് വീണു. വാസ്തവത്തിൽ ദൈവത്തിന് 72 സങ്കീർത്തനം 9 വാക്യം അവരുടെ ശത്രുക്കളൊക്കെയും മുൻപോട്ട് വീണ് ഊഴിമണ്ണ് താക്കട്ടെ. ദൈവം ജനത്തിന് വിരോധമായിരിക്കുന്നു. എന്റെ ദൈവം അവനെ അടിക്കും. അവൻ വീണ് ഊഴിമണ്ണ് താക്കും. Oh, hallelujah. Glory, amen. Yes. Yes. Hallelujah. The very angel of God, Glory, hallelujah, amen. stretched forth his hand and, hallelujah, slaying the king. 40 ദിവസം ഏതാത്താൽ നിന്നുകൊണ്ട് ദൈവജനത്തെ നിന്ദിച്ചായ അഗ്രഹമിയെ എന്റെ ദൈവം ഒരൊറ്റ തള്ളു തള്ളിയപ്പോൾ Oh, glory, amen. Yes, hallelujah. Days he was Oh, amen, amen, the amen. children of Israel for the Israelites. Oh, And hallelujah, here, hallelujah. with the one, Glory, hallelujah, amen. man that was stood against him that caused him to be slain. ഞാൻ വിശ്വസിക്കുന്നു ദാവീദിന്റെ ഒരു കൊച്ചു കല്ലിന്റെ ശക്തിയല്ല. Amen, amen, amen. എന്നാൽ Oh, hallelujah, amen. ശക്തിയുള്ള ദൂതങ്ങൾ ക്രൂശിക്കാൻ And I am sure it is Deva not Kripa, just Deva Kripa, merely a hallelujah. piece of stone that is in his hand, a smooth stone which he used as an armor, Glory, but it is amen, the nature of amen, God that will, one push of the nature of God cause him to die. Right there, hallelujah, going, pulling forward, facing down. കർത്താവിന്റെ ദൂതം വന്നാൽ എന്ത് സംഭവിക്കും? 6 വഴി ബാക്കി പ്രസംഗിക്കാൻ സമയമില്ല. 5 മിനിറ്റോടെ ഉള്ളൂ. അവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് കർത്താവിന്റെ ദൂതം വന്നപ്പോൾ വലിയൊരു വെളിച്ചമുണ്ടായി. Hallelujah, as the angel of God appeared, there was a great light appeared to them. പത്രോസ് ജയിലിൽ കിടക്കുന്ന സമയത്ത് നാണക്കെട്ട പിശാച് ചെന്നിട്ട് ദൂതം വരുന്നതിനേക്കാൾ മുന്നേ ഇദ്ദേഹമാണ് തന്റെ ഭാവന ചെന്നിട്ട് സുഖമായിരിക്കുന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു, മോനെ അടുത്ത 12 മാസത്തേക്ക് നിങ്ങൾ ഒന്നിച്ച് അപ്പോസ്തലന്മാരും വിശ്വാസികളും കൂടെ ചേർന്ന് കണക്കൂട്ടിരിക്കുന്നതായ പ്ലാനുകളും സുവിശേഷീകരണവും നടക്കാൻ പോകുന്നില്ല. നിന്റെ ഹാലലിയ പ്രതീക്ഷകൾ അസ്തമിച്ചിരിക്കുന്നു. Oh, hallelujah. ദിവസം നിനക്കുള്ളതല്ല. Glory, amen, amen, amen. Appeared to Peter. I am just giving an illustration, a thought in my mind. Definitely the Satan went to him. നാടിന് ഇഞ്ചക്ഷൻ ഒരു നിരാശയുടെ ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. He injected, hallelujah, a thought of, hallelujah, discouragement to the life of the saints. അപ്പൊ സംശയം ഉളവാകാൻ തുടങ്ങി. Immediately, I'm sure humanly we will have doubt will arise. പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, വാർദ്ധക്യത്തിലേക്ക് ആകത്തുള്ളൂ. And here, hallelujah, he is been assured that you will not die before you reach the white hair until you are fully aged. എന്നാൽ ഇപ്പോൾ പിശാച് പറയുന്നു നിന്റെ ശുശ്രൂഷ അവസാനിച്ചു. Satan is telling, and here you are about to be finished. Your നിന്റെ life- വാതിലുകളെല്ലാം അടഞ്ഞു, നിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. Your hopes are shattered and your doors are going to be closed. ആകെ കൺഫ്യൂഷനായി. I'm sure there is
confusion in the life of Peter as the Satan is trying to, hallelujah, stir up these doubts. ശ്രീശാലി റൗട്ടിട്ടേച്ച് അവൻ അപ്പുറത്തോട്ട് പോയപ്പോൾ And the moment that he stepped forward, പ്രതീക്ഷയായും സ്വർഗത്തിൽ നിറഞ്ഞു. Amen. Hallelujah. expectation